സത്യത്തിൽ സൂറത്തുൽ ബഖറയിലെ 191 ആയത്താണിത്. വഖ്തുലൂഹും ഹൈസു ഷഖിഫ്തുമൂഹും വഖ്റിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും വൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാമി ഹത്താ യുഖാതിലൂക്കും ഫീഹി ഫൈൻ ഖാതലൂക്കും ഫഖ്തുലൂഹും കദാലിക ജസാഉൽ കാഫിരീൻ. ഇതാണ് എൻ്റെ ആയത്തിൻ്റെ പൂർണ്ണ രൂപം. വഖ്തുലൂഹും, അവരെ നിങ്ങൾ കൊന്നുകളയുക, ഹൈസു സഖിഫ്തുമൂഹും, അവരെ നിങ്ങൾ എവിടെയാണോ കണ്ടുമുട്ടി അവിടെ വെച്ച് കൊന്നുകളയുക. വഖ്റിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും, അവർ നിങ്ങൾ എവിടെ നിന്നാണോ പുറത്താക്കിയത് അവിടെ നിന്ന് നിങ്ങൾ അവരെയും പുറത്താക്കുക എന്നാണ് ഉള്ളത്. ഇത് മാത്രമാണ് ഇവർ കൊടുക്കുക. ഇവരിത് മാത്രം കൊടുത്തിട്ട് കണ്ടില്ലേ, കണ്ടിടത്ത് വെച്ച് കൊല്ലാനാണ് ഖുർആൻ പറയുന്നതുള്ളതാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ആയത്ത് ഖുർആനിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ ഇത് പാലിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുന്നതൊരു പുണ്യകർമാവില്ലേ? അങ്ങനെയാണെങ്കിൽ ചാൻസ് കിട്ടുന്നിടത്തൊക്കെ ഇത് വെച്ചിട്ട് കണ്ടുമുട്ടുന്നിടത്തൊക്കെ മുസ്ലിങ്ങൾ കൊല്ലണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 800 വർഷത്തോളം ഇന്ത്യയിൽ മുസ്ലിം ഭരണം നടന്നു. എന്നിട്ട് ഇവിടെ എത്ര മുസ്ലിങ്ങളാണ് കൊന്നത്? അങ്ങനെ കൊല്ലാൻ ഒരു പുണ്യകർമ്മമായിരുന്നെങ്കിൽ ഇവിടെ ഒറ്റ മുസ്ലിം ബാക്കി ഉണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അറേബ്യൻ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു അവിടുത്തെ നാട്ടുകാരന് അറബിക്ക് ഈ ആയത്ത് ഫലപ്രദമാക്കണം എന്ന് തോന്നിയിട്ട് മുസ്ലിം ആയതിൻ്റെ പേരിൽ ആരെങ്കിലും കൊല്ലുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ കാര്യം പോട്ടെ, ഇപ്പം ഇനി അത് സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന സമയത്ത് പോലും പൂർണ്ണമായ അധികാരം ഇസ്ലാമിക ഭരണകൂടം നിലവിൽ നിൽക്കുന്ന മദീനയിൽ ജൂതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളായിട്ട് താമസിച്ചിരുന്ന ചരിത്രത്തിലില്ലേ? ജൂതൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച ഭക്ഷണം കഴിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് ജീവിച്ചതെന്ന് പറയുമ്പോൾ അവരുമായുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടന്നിരുന്നു. അവിടെ കൊലപാതകമല്ല നടന്നത്, അവരുമായിട്ട് സൗഹാർദ്ദപരമായ അന്തരീക്ഷം നിലനിന്നിരുന്നല്ലേ അർത്ഥം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിക്കും അതല്ല എന്ന് മനസ്സിലാവും. ആ രൂപത്തിൽ കാണുന്നിടത്ത് വെച്ച് എല്ലാ മുസ്ലിമിനെയും കൊല്ലാനില്ല എന്ന് ഉറപ്പാണ്. എങ്കിൽ പിന്നെ ഈ ആയത്ത് എന്താണ്? ഈ ആയത്ത് 191 ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തൊന്ന് വായിച്ചാൽ ഇത് മനസ്സിലാവും. അപ്പോൾ ഖാത്തിലൂ ഫീ സബീൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. ആരോട്? അല്ലദീന യുഖാത്തിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. ആരോട് യുദ്ധം ചെയ്യണം? നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നവർ. അപ്പോൾ നാട്ടുകാരുമായിട്ട് പോയിട്ട് എവിടെയെങ്കിലും നിൽക്കുന്ന ആളുകളായിട്ടുള്ള യുദ്ധം ചെയ്യേണ്ടത്. നിങ്ങളോട് ഇങ്ങോട്ട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നാൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കാൻ വന്നാൽ, അഥവാ അന്ന് കാലത്ത് മക്കയിൽ നിന്നും നാടും വീടും ഉപേക്ഷിച്ച് ജീവരക്ഷാർത്ഥം ഓടി മദീനയിൽ രക്ഷപ്പെട്ട ആളുകൾ അവിടെ ഒരുവിധം ജീവിച്ചു വരുമ്പോൾ അവിടേക്ക് വീണ്ടും യുദ്ധത്തിന് വരുന്ന മക്കയിലെ മുശ്രിക്കുകൾ ഇനി നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ ഇനി നിങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്തോളൂ എന്ന് അള്ളാഹു അന്ന് കാലത്തുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് കൊടുത്ത ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു ആജ്ഞാപനമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കേ. അതെടുത്ത് വന്നിട്ട് ഇന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് കാണുന്നവരെ മുഴുവൻ കൊല്ലണം എന്നാണ് പറയുന്നത്. എന്തുമാത്രം വിരോധാഭാസമാണ്.